പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മർദ്ദമേഖലകളും കാറ്റുകളും എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആഗോളതലത്തിൽ തന്നെ വിവിധ അക്ഷാംശ മേഖലകളിൽ വ്യത്യസ്ത തരത്തിലുള്ള മർദ്ദങ്ങളാണ് രൂപം കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കി. ഈ മർദ്ദവ്യത്യാസങ്ങളാണ് കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നത്. ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിൽ നിന്നും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്കാണ് സാധാരണ രീതിയിൽ കാറ്റുകൾ അടിച്ചു വീശുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപം കൊള്ളുന്ന കാറ്റുകളെ പൊതുവിൽ ആഗോളവാദങ്ങൾ എന്നാണ് വിളിക്കാറുള്ളത്. ഉദാഹരണമായിട്ട് ആഗോളവാദങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാൻ കഴിയും: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് ആഗോള മർദ്ദമേഖലകളും ആഗോളവാദങ്ങളുമാണ്. ഇതിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് കാറ്റുകൾ അടിച്ചു വീശുന്നുണ്ട്. അവയുടെ ദിശ അനുസരിച്ചാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് അടിച്ചു വീശുന്ന കാറ്റിന് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും, ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും അടിച്ചു വീശുന്ന കാറ്റിന് തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അടുത്ത രണ്ട് കാറ്റുകൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് അടിച്ചു വീശുന്നത്. ഈ രണ്ട് കാറ്റുകളെയും വിളിക്കുന്ന പേര് പശ്ചിമവാദങ്ങൾ എന്നാണ്. അടുത്ത കാറ്റുകൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് അടിച്ചു വീശുന്നത്. ഇവയെ പൂർവവാദങ്ങൾ എന്ന് വിളിക്കുന്നു. കാറ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടെ മൊത്തത്തിൽ ആഗോളവാദങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുള്ളത്: വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. നമുക്ക് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത് വാണിജ്യവാദങ്ങളെക്കുറിച്ചാണ്. ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം അടിച്ചു വീശുന്ന കാറ്റുകളെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്കു കിഴക്കൻ ദിശയിൽ നിന്നും വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ ഇന്റർ ട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ITCZ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വാണിജ്യവാദങ്ങൾ എന്നും വാണിജ്യവാദങ്ങൾക്ക് അവയുടെ ദിശ അനുസരിച്ചാണ് പേര് നൽകിയിട്ടുള്ളത് എന്നും നാം ചർച്ച ചെയ്തു. ഇനി വെസ്റ്റർലൈസ് എന്നറിയപ്പെടുന്ന പശ്ചിമവാദങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകൾ നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലകളിലേക്ക് നിരന്തരം കാറ്റുകൾ അടിച്ചു വീശാറുണ്ട്. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് തന്നെ ഈ വാദങ്ങളെ പശ്ചിമവാദങ്ങൾ, വെസ്റ്റർലൈസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതുകൊണ്ട് തന്നെ കാറ്റുകളുടെ വേഗതയും കൂടുതലായിരിക്കും. ഈ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ നാം ചർച്ച ചെയ്ത പോലെ വാസ്കോഡഗാമയുടെ യാത്രാമാർഗം നാം വിശദീകരിച്ചപ്പോൾ ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ ഗാമയെ സഹായിച്ചത് ഈ പശ്ചിമവാദങ്ങളായിരുന്നു എന്ന് നാം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് മൊത്തത്തിൽ ചർച്ച ചെയ്തിരുന്നത് തന്നെ കാറ്റുകൾ യാത്രയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങൾ റോറിംഗ് ഫോർട്ടീസ് 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ ആ പേരിലും ഫ്യൂരിയസ് 50s
50 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ഫ്യൂരിയസ് 50s എന്ന പേരിലും ഷ്രീക്കിംഗ് 60s 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ഈ ഒരു പേരിലുമാണ് അറിയപ്പെട്ടിരുന്നത്. അഥവാ നാവികർ ഈ ഒരു കാറ്റിനെ റോറിംഗ് 40s എന്നും ഫ്യൂരിയസ് 50s എന്നും ഷ്രീക്കിംഗ് 60s എന്ന പേരിലും വിളിച്ചിരുന്നു. ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ എസ്റ്റർലൈസ്. ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉപോഷ്ണ മേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളെയാണ് ധ്രുവീയവാദങ്ങൾ എന്ന പേരിൽ വിളിക്കുന്നത്. കോറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കു ദിക്കിൽ നിന്നാണ് വീശുന്നത്. അതിനാൽ ഇവയെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ പോളാർ എസ്റ്റർലൈസ് എന്ന പേരിലാണ് വിളിക്കുന്നത്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ ഈ മേഖലകളിലൊക്കെ അവിടുത്തെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. വർഷം മുഴുവനും ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് പുറമെ ചില കാലിക വാദങ്ങളുണ്ട്. വളരെ അപൂർവമായിട്ട് കുറച്ച് കാലം മാത്രം അടിച്ചു വീശുന്ന കാറ്റുകളെയാണ് കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. അഥവാ നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന ഈ കാറ്റുകളെ കാലികവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുക്കളിലോ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാദങ്ങളുണ്ട്. അഥവാ ഒരു പ്രത്യേക മാസങ്ങളിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ മാത്രമായിട്ട് ആവർത്തിച്ചു വരുന്ന ധാരാളം കാറ്റുകളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് മൺസൂൺ കാറ്റുകളെ കുറിച്ചാണ്.